ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്തായാലും തമ്മിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു ബ്രേക്ക് ഡൗൺ ആയ ബസ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. രാവിലെ രാവിലെ നമ്മുടെ ട്രിപ്പിന് വന്നതാണ്. നമ്മുടെ കൊണ്ടോടി ബോഡി BS5 വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പിന് വന്നതാണ്. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടി കയറ്റം വലിക്കുന്നില്ല. പുള്ളി എന്തായാലും ഒന്ന് ആഞ്ഞ് ചവിട്ടി കയറ്റാൻ നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ഓഫായിപ്പോയി. അപ്പോൾ എന്താണെങ്കിലും എങ്ങനെയൊക്കെയോ റിവേഴ്സ് എടുത്ത് സൈഡ് പാർക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും എന്നാൽ ഫുള്ളൊന്ന് നോക്കി ഇപ്പം നമ്മൾ മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്ന് റെഡിയാക്കി. പുള്ളി പറഞ്ഞ് ക്ലച്ച് കത്തിപ്പോയതാണെന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ ഓടുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പം എന്തായാലും വന്ന് റെഡിയാക്കി. അതായത് അത്യാവശ്യം നല്ലതായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു വയറിട്ട് കെട്ടി റെഡിയാക്കി തന്നിട്ടുണ്ട്. എന്തായാലും ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു പുതിയ ക്ലച്ചിൻ്റെ സംഭവങ്ങളും ഒക്കെ വാങ്ങിച്ചിടണം. അപ്പോൾ എന്തായാലും നമ്മൾ അതിനായിട്ട് പോവുകയാണ്. എന്തായാലും കുറച്ച് ദൂരം ഇനി ഇത് കുഴപ്പമില്ലാതെ ഓടിക്കോളും. കയറ്റമൊക്കെ വലിക്കുന്ന രീതിയിൽ സെറ്റാക്കി തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലെ പുള്ളിക്കാരൻ. അപ്പോൾ എന്തായാലും ആ ഒരു മെക്കാനിക്ക് ഒന്ന് സെറ്റാക്കി തന്നുകൊണ്ട് എന്തായാലും കുറച്ച് ദൂരം നല്ലതായിട്ട് ഓടിക്കോളും. എന്തായാലും ഓഫൊക്കെ ആയി പോകും, അത് നമുക്കും അറിയാം. എന്നാലും നമുക്കെന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് എടുക്കാം. ഓക്കെ, എന്തായാലും രാവിലെ പെട്ട വണ്ടിയാണ്. രാവിലെ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു വണ്ടി ഒന്ന് വന്ന് എടുത്തുകൊണ്ട് ഗ്യാരേജ് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടിടാനായിട്ട്. അപ്പം നമുക്ക് കുറച്ച് പരിപാടി ആയതുകൊണ്ടൊന്നും വരാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ ഒരു 4 മണി 5 മണി ആകുമ്പോഴത്തേക്ക് എത്താമെന്ന് പറഞ്ഞു. പിന്നെ കുറേ വർക്കായിരുന്നു ഗൈസ്, അത് കാരണം ഇപ്പോഴാണ് എത്താനായിട്ട് പറ്റിയത്. എന്തായാലും നമ്മൾ ഏറ്റതല്ലേ, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ആദ്യം ഓഫായിപ്പോയി. ഓക്കെ, എന്തായാലും ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകാം, വലിയ സീനൊന്നും ഇല്ല. ഓക്കെ, സ്റ്റാർട്ടാവും പെട്ടെന്ന് സ്റ്റാർട്ടായിട്ട് വേണം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ. അധികം വണ്ടിയൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഓക്കെ, ഇത് കണ്ടില്ല, കുറേ വണ്ടിയൊന്നും അധികം വരുന്നില്ല. ഇനി രാത്രി ആയതുകൊണ്ടാണോന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഇതുവഴിയൊക്കെ ട്രിപ്പിനൊക്കെ പോയിട്ടുള്ളതാണ്, കുറേ വട്ടം പോയിട്ടൊക്കെ ഉള്ളതാണ്. ഓക്കെ, എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഇറങ്ങിപ്പോകുന്നു റിവേഴ്സിലേക്ക്. എന്തായാലും സെക്കൻഡ് ഗിയർ ഇട്ട് തിരിച്ചൊടിച്ചങ്ങ് കയറ്റിയേക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ റോഡിലേക്ക് ഇറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്, സീനില്ല. ഓക്കെ, ഇറങ്ങി അങ്ങനെ റോഡിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനിയും വിഷയമില്ല ഗൈസ്, ഇനി സീനൊന്നും ഇല്ല, അങ്ങ് പൊയ്ക്കോളും ചെക്കൻ. ഇനി സീനൊന്നും ഇല്ലാതെ പോയാൽ മതിയായിരുന്നു. ഇതൊരു വളവാണ്. ഈ വളവിന് വണ്ടിയൊന്നും വരാതിരുന്ന കൊള്ളാമായിരുന്നു. കാരണം കയറ്റത്തൊക്കെ വെച്ച് നിന്ന് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ക്ലച്ചും കൂടെ പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ നമ്മൾ ആ പുള്ളിയും കൂടെ, അതായത് വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിനെയും കൂടെ കൊണ്ടുവന്നു. വണ്ടി റെഡിയാക്കിയിട്ട് എൻ്റെ വണ്ടിയും കൊണ്ട് പുള്ളി പോയി. നമ്മുടെ വീട്ടിൽ കൊണ്ടിടാനാണ്. നമ്മൾ LC കൊടുത്തു ഗൈസ്, LC കൊടുത്തു. അത് ഞാൻ പോസ്റ്റൊന്നും ഇട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് പറയുന്നത്, നമ്മൾ LC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നോവയിലാണ് കറക്കമൊക്കെ, ഭയങ്കര പണിയാണ്, അതാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തൂടെ ഓടുമ്പോൾ ക്ലച്ച് കത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എപ്പോഴും വണ്ടി നിർത്തി ഇങ്ങനെ പിക്ക് ചെയ്ത് ഇറക്കി പോകുമ്പോഴത്തേക്ക് നല്ല ടാസ്ക്കാണ്. അതുപോലെ ഈ കയറ്റത്തും ഇറക്കത്തും ഒക്കെ വെച്ച് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കയറാൻ നല്ല പാടാണ്. അതുപോലെ തന്നെ നല്ല ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അന്നേരം നല്ല ക്ലച്ച് പിടിച്ച് കയറുമ്പോഴത്തേക്ക് കത്തിപ്പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് സംഭവിച്ചത്. എന്തായാലും അത് റെഡിയാക്കാനായിട്ട് നമ്മൾ എന്നാ പോക്കാടാ പോയത്. ഇന്നോവക്കാരൻ വണ്ടി നോക്കാതെ അങ്ങ് എടുത്ത്, ഇൻഡിക്കേറ്റർ മാത്രം ഇട്ടുകൊണ്ട് നോക്കാതെ ഒറ്റ വളവ്. എന്തായാലും ഇവിടെ ഇവന് അടി തട്ടാൻ ചാൻസ് ഇല്ല, കാരണം നമ്മുടെ കൊണ്ടോടി ബോഡിയല്ലേ. വണ്ടി നിർത്തി ഗൈസ്, നിന്ന് പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും അധികം വെച്ചുകൊണ്ടിരിക്കാതെ ഇരപ്പിച്ചങ്ങ് കയറ്റാം. ഓക്കെ ഗൈസ്, ഇത് കയറ്റം കയറുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്, കാരണം ഇനി കയറ്റം കയറിയില്ലെങ്കിലോ, അതുകൊണ്ടൊന്ന് ജസ്റ്റ് നിർത്തിയതാണ്. കുഴപ്പമില്ല, നല്ലതായിട്ട് കയറ്റമൊക്കെ വലിക്കുന്നുണ്ട്. നമ്മുടെ BS5 വണ്ടിയായതുകൊണ്ട് ഇച്ചിരി കൂടെ പവറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ BS6-നൊന്നും പവറില്ലെന്നല്ലേ, അതിനൊക്കെ കിടിലം പവറൊക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ അത്യാവശ്യം ലെയ്ലാൻഡിൻ്റെ എല്ലാ വണ്ടിക്കും നല്ല പവറും ടോർക്കും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ റിഫ്ലക്ടറൊക്കെ ഒന്ന് തിളങ്ങുന്നുണ്ട്. വല്ല ആനയും പുലിയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഈ ഏരിയയിൽ ആനയും പുലി ശല്യമൊക്കെ നല്ലപോലെ ഉള്ളതാണ്. കരടി, അതുപോലെ കുറേ ജന്തുക്കൾ ഇറങ്ങുന്നതാണ്. നമ്മുടെ KSRTC ഒക്കെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഓട്ടം ഫുള്ള് കഴിഞ്ഞിട്ട്
സ്റ്റാൻഡിലോട്ട് കാലി അടിച്ച് പോവുകയാണ്. ഫുള്ള് ഷട്ടറൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് നമ്മളെ വണ്ടി. എന്താണ് അവിടുന്ന് വർക്ക് പണി കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ ഫുള്ള് ഷട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കിയാണ് വെച്ചിരുന്നത്. നമ്മളെന്തായാലും 8 മണിക്കാണ് വന്നത്. അവരത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ല. എന്നെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എന്നാ വണ്ടി എടുക്കാൻ പോയോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളി ഒരു ഇറക്കമാണ്, അതുകൊണ്ട് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് സാധനം. ഓക്കെ ബ്രേക്കൊക്കെ ഈ സർവീസൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ബ്രേക്കും ക്ലച്ചും എല്ലാം റെഡിയാക്കി തരും. നമ്മുടെ ഇവിടെ ഒരു മാല കിടന്ന് ആടുന്നുണ്ട്, നമ്മുടെ കുരിശിൻ്റെ ഒരു മാല. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് വെച്ച് പിടിക്കുവാണ്. ഇപ്പോൾ ഒരു 9 മണി 8:45 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഗൈസ് വണ്ടി ഓഫായി പോയല്ലോ ഗൈസ്. ഒറ്റ മനുഷ്യരില്ല ഈ വഴിക്ക്. ക്ലച്ച് വീണ്ടും പോയോ, ഒന്നുകൂടെ സ്റ്റാർട്ടാക്കി നോക്കാമേ. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ പേടിച്ച് പോയി ഗൈസ്. ജസ്റ്റ് നമ്മുടെ ഇവിടെ വെച്ചൊക്കെ ക്ലച്ച് പോയാൽ വീണ്ടും പണിയാവും. എന്തായാലും കറക്റ്റായിട്ട് റെഡി ആക്കിയിട്ടില്ല. നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് അതിനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, വണ്ടി നിർത്തിയാൽ ഓഫാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മുമ്പേ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴേ വണ്ടി ഓഫായിപ്പോയി. ഇവിടെ ഇനി എന്തോ ആണ്, ബ്ലോക്കാണോ? ബ്ലോക്കാണ് ഗൈസ്. ഇവിടെ ഇനിയും പണിയാവും. വണ്ടി നിർത്തി പോകുമ്പോഴത്തേക്ക് ഓഫ് ആവാനും ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഒന്ന് വണ്ടി നിന്ന് പോയതാണ്, ഒന്ന് ഓഫായതാണ്. ഓക്കെ സൈഡ് തട്ടാതെ കൊണ്ടുപോകണം. ഓക്കെ, ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് തട്ടിയായിരുന്നു വണ്ടി. അത് ആ ബ്രോ പറഞ്ഞായിരുന്നു, സീനില്ല, നേരത്തെ തട്ടിയതാണെന്ന്. ഇവിടെ വേറെ ഒരു ബസ്സും കണ്ടില്ലേ, ഇവിടെ വേറെ ഒരു ബസ് ഇങ്ങനെ കുടുങ്ങി കിടപ്പുണ്ട്. ഇവിടെ സ്ഥിരമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രൈവറ്റ് ബസ്സുകൾ വന്ന് കുടുങ്ങുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും സ്ഥിരമാണെന്ന് തോന്നുന്നത്. അതാണ് ഇങ്ങനെ ഈ വണ്ടിയൊക്കെ വന്ന് കിടക്കുന്ന. സ്ലീപ്പർ ഗരുഡ, നമ്മുടെ സ്വിഫ്റ്റ് ഗരുഡയാണ്. അവനൊക്കെ പെട്ടെന്ന് പോകേണ്ടതാണ്. സ്ലീപ്പർ വണ്ടിയാണ്, ഭയങ്കര ലോങ് ആയിരിക്കും, ബാംഗ്ലൂരൊക്കെ ആയിരിക്കും പോകേണ്ടത്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തി സമയം കളയരുത്. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് എടുത്തങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ, അവന്മാരുടെയൊക്കെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നല്ല അവന്മാർക്ക് പണി കിട്ടും. കാരണം നമുക്ക് തന്നെ ഇതുപോലെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഓരോമാർ ബ്ലോക്ക് ഉണ്ടാക്കിയിടും. നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്ത് സ്ഥിരമാണ് ആ ബ്ലോക്ക്. അപ്പോഴേ നമുക്ക് അറിയാം, ആ ബ്ലോക്ക് നമുക്ക് ഇങ്ങനെ വരുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ഇത്. അപ്പോൾ ഇവരതും നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ സീനില്ല. ഇത് ഗവൺമെൻറ് വണ്ടി ആയതുകൊണ്ട് അവർക്കാണ് ശമ്പളം കട്ടാവുന്നതൊക്കെ. കാരണം ഇങ്ങനെ ലേറ്റായി പോയാൽ നമ്മുടെ ദോസ്ത് ഇപ്പോൾ നമ്മളെ സ്ഥിരം ചായക്കട അണ്ണാ എന്തോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥിരം ചായ കുടിക്കാൻ നിർത്തുന്ന ഒരു ഷോപ്പാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ ടൂറിസ്റ്റ് ബസ് ഇവിടെ ഒക്കെ വരുമ്പോൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് വർക്ക്ഷോപ്പ് എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം നേരം നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇടയ്ക്ക് വല്ല പണിയൊന്നും കിട്ടുമോയെന്ന് അറിയത്തില്ല. അയ്യോ ഇപ്പോൾ ഫ്രണ്ട് പൊളിഞ്ഞ് കിട്ടിയേനെ. ഇപ്പം ആ ഫോർച്യൂണറുകാരൻ ഇപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയോണ്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ. ഫ്രണ്ട് കൗള് ഫുൾ ഇളകിപ്പോയേനെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരം ഓടി വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അങ്ങോട്ട് കയറ്റി ഇടണ്ട. കാരണം വേറെ വണ്ടിയൊക്കെ ബാക്കി വന്നേക്കുന്ന വണ്ടി ഫുള്ള് വെളിയിലാണ് ഇട്ടേക്കുന്നത്. നമുക്കിവിടെ ഈ ഒരു ബസ്സിൻ്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിടാം. കാരണം മറ്റേ ആ പുള്ളിയുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണറിൻ്റെ അനുവാദം ഇല്ലാതെ അകത്തോട്ട് കയറ്റുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതാണ്. ഓക്കെ, ഇങ്ങോട്ട് കിടക്കട്ടെ. വന്ന വണ്ടികളെല്ലാം വർക്കിനായിട്ട് ഇവിടെ വെളിയിൽ നിർത്തിയിട്ടേക്കുവാണ്. എന്തായാലും രാവിലെ വരുമ്പോൾ മറ്റേ പുള്ളി അകത്തോട്ടിട്ടിട്ട് റെഡി ആക്കിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പണി കഴിഞ്ഞു. നമുക്ക് വണ്ടി വിട്ടിട്ട് അങ്ങ് പോയാൽ മതി. ഇനി എങ്ങനെ പോകുമെന്നുള്ളതാണ്. ഓക്കെ, വല്ല ബസ് വല്ലതും പിടിച്ച് ഇനി വീട്ടിലോട്ട് പോകാം. അതേ നടക്കത്തുള്ളൂ. മിക്കവാറും ഒരു 12 മണി 1 മണി ആവും എന്തായാലും. ഓക്കെ, കാരണം അധികം ദൂരമൊന്നുമില്ല നമ്മുടെ വീട്ടിലോട്ട്. ബസ് കിട്ടാനുള്ളൊരിതാണ്.
ഓക്കെ, അങ്ങനെ നമ്മുടെ ചെക്കനെ അവിടെ പാർക്ക് ചെയ്തിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പം ബൈ.